ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, നമ്മൾ പൊട്ടിക്കേണ്ടതായ 7 ചങ്ങലകളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പൊട്ടിച്ചാൽ ഇരുമ്പ് ചങ്ങല പോലും താനെ പൊട്ടി വീഴും. 2 അധ്യായങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാക്കാൻ വളരെ വളരെ എളുപ്പമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2 അധ്യായങ്ങൾ, ഒന്ന് 12-ാം അധ്യായം, രണ്ടാമത്തേത് 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൗലോസും സീലാസും കൈകാലുകളിലെല്ലാം ചങ്ങല വിലങ്ങുമൊക്കെ ആയിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു രംഗമാണ്. ഇനി അവിടെ നമ്മൾ കാണുകയാണ്, അവര് ഉണർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ചു. ചങ്ങലകൾ, ഇരുമ്പ് ചങ്ങലകൾ, അവരുടെ കൈകാലുകളെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ താനെ പൊട്ടി വീണു. ഇത് അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ഇതുപോലെ പാപത്തിന്റെ ചങ്ങലകൾ നമ്മൾ പൊട്ടിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഇരുമ്പ് ചങ്ങല പോലും, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന നമ്മുടെ ശത്രുക്കൾ നമ്മളെ കെട്ടിപ്പൂട്ടിയ ഇരുമ്പ് ചങ്ങലകളായിരിക്കാം, അത് ദൈവം പൊട്ടിച്ച് താഴെയിടും. ഈ ഒരു സന്ദേശമാണ് ഈ 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുക. ഞാൻ നമ്മൾ ചെയ്യേണ്ടത് പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ പാപം പിടിയാൻ തയ്യാറാവുക, പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ബാക്കി കർത്താവ് ചെയ്തിരിക്കും. നമുക്ക് ഏതാനും വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, വാഗ്ദാനം നിറവേറ്റിയിരിക്കും എന്നുള്ളത് കർത്താവ് വചനത്തിൽ കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 26:12 എടുത്താൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഏകദൈവമാണെങ്കിൽ, അതാണ് ഒരു വ്യവസ്ഥ, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. ദൈവം നമ്മളെ സ്വന്തമാക്കി സംരക്ഷിച്ചാൽ ആർക്കാ നമ്മളെ ദ്രോഹിക്കാൻ പറ്റുക? നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏകദൈവമായിരിക്കണം. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല. ഒരു സാമട്ടിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച പോരാ എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യോശുവ 1-ാം അധ്യായം 5 മുതൽ വായിച്ചാൽ യോശുവയ്ക്ക് ദൈവം കൊടുത്ത നിർദ്ദേശം എന്താ? മോശയെപ്പോലെ നീയും കൃത്യമായിട്ട് എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ പരിപാലിക്കും, ദൈവം നിന്നെ സംരക്ഷിക്കും, ദൈവം നിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തും, അവരെ തുരത്തും. അത് ദൈവം ചെയ്തോളും. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം നീ പാലിക്കണം. ജെറമ്യ 29:13 എടുത്താലോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ. അവിടെയും ഒരു സാമട്ടിൽ അന്വേഷിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുടെ അറ്റവും മൂലവും ചൊല്ലി ദൈവത്തെ കണ്ടെത്തണമെന്ന് വിചാരിച്ചാൽ നടക്കണമെന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ദൈവത്തെ കണ്ടെത്തിയാൽ കാര്യങ്ങളെല്ലാം മാറി മറിയും. ദൈവത്തെ കണ്ടെത്തിയവരൊക്കെ കമഴ്ന്നു വീണ് ആ ദൈവത്തെ ആരാധിക്കുന്ന രംഗം ബൈബിളിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എസെക്കിയേൽ 1:28 വായിച്ചാൽ ദൈവത്തെ കണ്ട എസെക്കിയേൽ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അടിമത്തം നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമ 6:16 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ അടിമയാകാം, നല്ല അടിമത്തം, അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നൊന്നുമില്ല. അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമയാകാം, അത് ചീത്ത അടിമത്തമാണ്. അത് നമ്മുടെ ദൈവമക്കൾ എന്നുള്ള പദവി നശിപ്പിക്കും, നമ്മുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കും, വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും പാപത്തിൻ്റെ അടിമത്തം. മത്തായി 6:24 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, 2 യജമാനന്മാരെ ആർക്കും സേവിക്കാൻ പറ്റത്തില്ല. പാപത്തിൻ്റെ അടിമകളായിരുന്നിട്ട് നമുക്ക് യേശുവിൻ്റെ അടിമകളാകാൻ അത് സാധിക്കത്തില്ല. മറ്റൊന്ന്, മൂന്നാമതായി നമ്മൾ കാണുന്നത്, സ്വാതന്ത്ര്യം വളരെ വിലയുള്ള ഒരു കാര്യമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമൂല്യമായൊരു കാര്യം. അത് ഗലാത്യർ 5-ാം അധ്യായം 1-ാമത്തെ വചനവും 13-ാമത്തെ വചനവും വായിച്ചാൽ മതി. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതിന് ദൈവം കൊടുത്ത വില തൻ്റെ ജീവൻ പോലും നൽകാൻ തയ്യാറായതാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയ സ്വാതന്ത്ര്യം അമൂല്യമാണ്. അത് നമ്മൾ ഈ പാപത്തിലൂടെ അല്ലെങ്കിൽ പാപസുഖത്തിലേക്ക് പോയി അത് നഷ്ടമാക്കരുത് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹം യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശരി മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം നിനക്കുണ്ടോ, നീ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ശരി എന്താണെന്ന് മനസ്സിലാക്കാനോ മനസ്സിലാക്കിയ ശരി അത് സ്വന്തമാക്കാനുള്ള ഒരു ദൃഢനിശ്ചയം എനിക്കില്ലെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് 4-ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊട്ടിക്കേണ്ടതായിട്ടുള്ള ചങ്ങലകൾ. 7 ചങ്ങലകൾ നമ്മൾ പൊട്ടിച്ചാൽ, ആരെങ്കിലും നമ്മളെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടെങ്കിലും കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും, വിമോചിപ്പിക്കാൻ പറ്റും എന്നുള്ളത് വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ. അതിൽ ഒന്നാമത്തേതാണ് മനുഷ്യ ചങ്ങല. ഇന്ന് ചിലർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യരിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. നമ്മൾ കാണുന്നുണ്ട് ഗലാത്യർ 1:10 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരെ മാനിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. ഒത്തിരി പേർക്ക് മനുഷ്യരെന്ന് വിചാരിക്കും, മനുഷ്യരെന്ന് പറയും, അതൊക്കെയാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. മർക്കോസ് 6-ൽ ഹെറോദേസ് മനുഷ്യരെ മാനിച്ചത് കൊണ്ടാണ് സ്നാപക യോഹന്നാന്റെ തല വെട്ടാനായിട്ട് ഓർഡർ ഇട്ടത്. 1 സാമുവേൽ 13:8 മുതൽ വായിക്കുമ്പോൾ സാവൂള്
മനുഷ്യന് വിട്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ചെയ്യരുതാത്തൊരു കാര്യമായിരുന്നു ബലിയർപ്പണം. കാഴ്ചവസ്തുക്കളൊക്കെ കൊണ്ടാൻ പറഞ്ഞു. അവൻ തന്നെ അതിന് മുമ്പോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ അവൻ്റെ രാജത്വം പോലും നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നു. പ്രഭാഷകൻ 16:6 പറഞ്ഞിട്ടുണ്ട്, പാപികളുമായിട്ട് സംഘം ചേർന്നാൽ അവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാം. പാപികളുമായിട്ട്, അങ്ങനെയുള്ളവരുമായിട്ട് സംഘം ചേരരുത് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. രണ്ടാമത്തേതാണ് പാപച്ചങ്ങല. വിലാപങ്ങൾ 1:14, അതുപോലെ യോഹന്നാൻ 8:34 ഇതെല്ലാം വായിക്കുമ്പോൾ പാപച്ചങ്ങലയെക്കുറിച്ച് കൃത്യമായിട്ട് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പൊട്ടിച്ചാലേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. മൂന്നാമത്തേതാണ് ദുശ്ശീലങ്ങളുടെ ഒരു ചങ്ങല. സഭാപ്രസംഗൻ 7:29 പറഞ്ഞിട്ടുണ്ട്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. സങ്കീർണ പ്രശ്നങ്ങൾ എവിടുന്ന് വന്നു? നമ്മൾ തന്നെ ഉണ്ടാക്കിയതാ ചില ദുശ്ശീലങ്ങൾ. കൊളോസസ് 2:11 പറഞ്ഞിട്ടുണ്ട്, അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനം, അതാണ് നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ടത്, പ്രയോജനപ്രദമാകുക. നാലാമത്തേതാണ് അന്ധകാര ചങ്ങല. ഇന്ന് നമ്മൾ ചെയ്യാറുള്ളത് പ്രകാശത്തിന്റെ പ്രവൃത്തികളാണോ അന്ധകാര പ്രവൃത്തികളാണോ? റോമ 13:12 പറഞ്ഞിട്ടുണ്ട്, അന്ധകാര പ്രവൃത്തികൾ വെടിഞ്ഞ് പ്രകാശത്തിന്റെ മക്കളായി മാറാൻ നമുക്ക് പറ്റണം. അഞ്ചാമത്തേതാണ് അസത്യത്തിന്റെ ചങ്ങല. സാത്താന്റെ ഏറ്റവും വലിയ നമ്പര് സത്യം അസത്യമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ നുണയിൽ നമ്മളെ കെട്ടിയിടുക. ഇനി അങ്ങനെയുള്ളവര് യഥാർത്ഥ സ്വാതന്ത്ര്യമോ രക്ഷയോ അനുഭവിക്കത്തില്ല. യോഹന്നാൻ 8:31 മുതൽ വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. ആറാമത്തെ ചങ്ങലയാണ് സാത്താൻ ചങ്ങല. നമ്മൾ ലൂക്ക 13:16 വായിച്ചാൽ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതിനെ പൊട്ടിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. കാരണം അവൻ സാത്താന്റെ മേൽ വിജയം വരിച്ചവനാണ്. ഏഴാമത്തേതാണ് രോഗച്ചങ്ങല. ലൂക്ക 13:16 നമ്മൾ കാണുന്നുണ്ട്, ആ പിശാചിന്റെ ചങ്ങല മൂലം അവിടെ സംഭവിച്ചത് 18 വർഷം രോഗിയായി കഴിഞ്ഞ ഒരു വ്യക്തി, കൂലി നടന്ന ഒരു സ്ത്രീ. രോഗത്തിന്റെ കെട്ടുകൾ അതും പൊട്ടിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ഇരുമ്പ് ചങ്ങല കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കവാടം കൊണ്ടോ നമ്മളെ ബന്ധിച്ചിട്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം കർത്താവിന് നമ്മെ മോചിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ട 2 അധ്യായങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-16. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.